നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ പോയ വാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖറുടെ രാജി. ജഗദീപ് ധൻഖർ ഇത്തരത്തിൽ പെട്ടെന്നൊരു രാജിയിലേക്ക് പോയതിന്റെ കാരണങ്ങളെക്കുറിച്ചോ എന്തുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതിനെ കുറിച്ചോ ഒരു കാര്യവും ഇതുവരെ ശരിയായ കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ ഉപരാഷ്ട്രപതിയെ സഭാ സമ്മേളനം നടക്കുന്ന ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് താനും. അങ്ങനെ വരുമ്പോൾ ആരെ അടുത്ത ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരും എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. വരുന്ന ആഴ്ചയിൽ അത്തരത്തിൽ പുതിയ രാഷ്ട്രപതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പുതിയ രാഷ്ട്രപതിയായി ആരെല്ലാം വരണം, രാജ്യസഭയിലും അല്ലെങ്കിൽ ലോകസഭയിലും ഇതിനെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ വോട്ടെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ അതിനുള്ള നാമനിർദ്ദേശ പത്രിക ലോകസഭയിൽ, അതായത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. BJPയും നൽകണം, ഭരണകക്ഷിയും നൽകണം, പ്രതിപക്ഷവും നൽകണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്ന് നിതിൻ ഗഡ്കരിയുടേതാണ്. നിതിൻ ഗഡ്കരിയെ ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരണം എന്ന ഒരു ആവശ്യം BJPയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരിയെ ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരുന്നത് ഒരു വേള നിതിൻ ഗഡ്കരിയെ ശരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവി, തുടർന്നുള്ള രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹത്തിനെ ഒരു പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് ആണോ, ബോധപൂർവം BJP അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സിന്റെ മാനദണ്ഡത്തിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനം മൂന്നാമതൊരു തവണ കൂടി ഇപ്പോൾ ലോകസഭയിൽ BJP ഭരണത്തിൽ വന്നിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം രാജിവെച്ച് പോകും എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞു കേൾക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ കരുനീക്കത്തിന്റെ ഭാഗമാണോ? അതായത് വളരെ വലിയൊരു RSS വക്താവായ BJPയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ നരേന്ദ്രമോദിക്കൊപ്പവും രാജ്നാഥ് സിംഗിനൊപ്പവും ഒക്കെ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും കഴിവുറ്റ, കറപ്ഷൻ തീരെ ഇല്ലാത്ത, ഒട്ടും തന്നെ മോശക്കാരനല്ലാത്ത നിതിൻ ഗഡ്കരിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ? അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം BJP വെക്കുന്നുണ്ടോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു വേള നമ്മൾ ഒരു പേര്, കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു പേര് നമ്മൾ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രണബ് മുഖർജിയെ ഇതേപോലെ നമ്മുടെ പ്രസിഡന്റായി കൊണ്ടുവന്നത് ഗാന്ധി കുടുംബത്തിനെ ഒരു വേള എന്തിന് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവായിരുന്നു പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയാകാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആളായിരുന്നു. ഇന്ദിരാഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ച ആളായിരുന്നു, ഒരു നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെ ബോധപൂർവം ഒതുക്കി സോണിയാഗാന്ധി, നെഹ്റു കുടുംബം ബോധപൂർവം അദ്ദേഹത്തിനെ രാഷ്ട്രപതിയായി കൊണ്ടുവച്ചതാണ് എന്നൊരു ഭാഷ്യവും നമുക്ക് ആ കാലയളവിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ആണോ നിതിൻ ഗഡ്കരിയെ ഇത്തരത്തിൽ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറും എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാറേണ്ടി വന്നാലോ മാറിയാലോ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു പേരായിരുന്നു ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടേത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണോ നിതിൻ ഗഡ്കരിയെ ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരാൻ BJP ആലോചിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വരണം എന്ന് BJP നേതാക്കൾ ആഗ്രഹിക്കുമ്പോൾ, ബീഹാർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ അവരുടെ ബീഹാറിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരാളെ നിർത്തണമോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ ഇപ്പോഴത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ലോകസഭയിൽ കൂട്ടുകക്ഷിയായി നിൽക്കുന്നവരിൽ നിന്ന് നേതാക്കളെ കണ്ടെത്തണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാം ഇവിടെ പറഞ്ഞതിലേക്ക് തന്നെ പോകുന്നു. നിതിൻ ഗഡ്കരിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ആ ഉയർത്തിക്കാട്ടലുകൾ എന്തുകൊണ്ടാണ്, അതിനെന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൽ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടി വരും.